ദ ഹിന്ദു ഇപ്പോൾ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു. ദ ഹിന്ദു എഡിറ്റർ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ PR ഏജൻസി പ്രതിനിധികൾ നൽകിയ വിവരമാണ് മുഖ്യമന്ത്രി പറഞ്ഞതായ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാധ്യമ ധാർമ്മികതയ്ക്ക് യോജിക്കാത്തതായി പോയി, അതുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന വിശദീകരണ കുറിപ്പാണ് ദ ഹിന്ദുവിന്റെ എഡിറ്റർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവാദമായ മലപ്പുറത്തെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നതല്ല, അത് PR ഏജൻസിയുടെ പ്രതിനിധികൾ തിരികെ കയറ്റിയതാണ്. അതിൽ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ദ ഹിന്ദു. അങ്ങനെയാണ് വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത്. ഷഫീദ്, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല പണവും പിടികൂടി. ഈ പണം കേരളത്തിലേക്ക് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എത്തുന്നത്. ഇത്തരക്കാർക്കെതിരായ സർക്കാർ നടപടിക്കെതിരായ പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു എന്നതാണ് വിവാദമായത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ല എന്ന് ഹിന്ദുവിന്റെ എഡിറ്റർക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ദ ഹിന്ദുവിന്റെ വിശദീകരണക്കുറിപ്പ് വന്നിരിക്കുന്നത്. ഇത് ആശ്വാസകരമാണല്ലോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്. എന്ത് തുടർ നടപടികളായിരിക്കും ഈ വലിയ പിഴവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ളത്? എന്താണ് വിശദാംശങ്ങൾ? കോർപ്പറേഷൻ സർക്കാരിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ആശ്വാസകരമായ ഒരു നീക്കം ഇപ്പോൾ ഹിന്ദുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതല്ലെങ്കിൽ TV അൻവർ ആളിക്കത്തിച്ച ഈ വിവാദം ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കൾ ഓരോരുത്തരായി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച രംഗത്തെത്തിയിരുന്നു. മാത്രവുമല്ല, അത് ദൂരവ്യാപകമായി CPM-ന് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇടയുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായി കാര്യങ്ങൾ മാറുകയും ചെയ്തു. സ്വർണ്ണക്കടത്ത് വഴി മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന അഭിമുഖത്തിലെ പരാമർശത്തിലാണ് ഈ വിവാദം ആളിക്കത്തിത്തുടങ്ങിയത്. ഇതിന് പിന്നാലെ അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തിരുത്താവശ്യപ്പെട്ടുകൊണ്ട് ദ ഹിന്ദു പത്രാധിപർക്ക് കത്തയച്ചത്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് വലിയ പിഴവ് അക്കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അഭിമുഖത്തിലെ വിവാദ പരാമർശം അത് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും തെറ്റായ വ്യാഖ്യാനം വിവാദങ്ങൾക്കിടയാക്കിയെന്നും ഈ പ്രസ് സെക്രട്ടറി അയച്ച ഹിന്ദു പത്രാധിപർക്ക് അയച്ച കത്തിൽ പറയുന്നു. ഒരു സ്ഥലമോ പ്രദേശമോ പരാമർശിച്ചിട്ടില്ലെന്നും വിവാദം അവസാനിപ്പിക്കാൻ വിശദീകരണം നൽകണമെന്നും കത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വളരെ പെട്ടെന്ന് തന്നെ ദ ഹിന്ദുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ ക്ഷമാപണം ഇപ്പോൾ അവർ തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. വലിയ പിഴവ് അക്കാര്യത്തിൽ സംഭവിച്ചു, അതൊരു PR ഏജൻസി അവർ നൽകിയ കണ്ടന്റ് എന്ന രീതിയിൽ മാത്രം ദ ഹിന്ദു അക്കാര്യത്തെ പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പക്ഷെ ആ വിവാദം അങ്ങനെ അങ്ങ് അവസാനിക്കില്ല. കാരണം മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളും ഇതിനോടകം തന്നെ വിവാദമായി മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ പരാമർശം, അതിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തട്ടെ എന്ന CP അടക്കം നിലപാടെടുത്തതോടുകൂടി CPM ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നിയമസഭാ തലത്തിലടക്കം ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് ചർച്ചയാക്കാനുള്ള പ്രതിപക്ഷ നീക്കം, ആ നീക്കത്തിന് തൽക്കാലത്തേക്കിന് ഒരു സ്റ്റോപ്പ് ഉണ്ടായെങ്കിൽ കൂടി ഇതടക്കമുള്ള മറ്റു വിഷയങ്ങൾ നിയമസഭാ തലത്തിൽ വരും ദിവസങ്ങളിലെത്തും. CPM-നെ സംബന്ധിച്ച ഈ വിഷയങ്ങളിലൊക്കെ പ്രതിരോധം തീർക്കുക, അതല്ലെങ്കിൽ വിശദീകരണം നടത്തുക, അത് കുറച്ചെങ്കിലും തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുകയും ഷഫീദ്, ഈ കാര്യത്തിൽ ഒരു തിരുത്തൽ ആവശ്യപ്പെട്ട് ദ ഹിന്ദുവിന്റെ എഡിറ്റർക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു കത്തയച്ചിരുന്നു. അതിന്റെ ഒടുവിൽ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ആവശ്യമായ ഇടപെടൽ നടത്തണം എന്ന ഒരു ആവശ്യം ആ കത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രസ് സെക്രട്ടറി മുന്നോട്ട് വെച്ചിരുന്നു. അത് ഇപ്പോൾ ഈ ഖേദപ്രകടനത്തോടുകൂടി പ്രശ്നം, ഈ വിവാദം ഇവിടെ അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാകുമോ? രാഷ്ട്രീയമായ വിഷയവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചർച്ചകളും അവസാനിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം TV അൻവർ അദ്ദേഹം, നമുക്കറിയാം ഈ വിഷയങ്ങളിലേക്ക് തുടക്കം TV അൻവറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു. ആ ഡയറക്റ്റ് ഫൈറ്റിൽ ഇന്നും TV അൻവർ ആവർത്തിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഹിന്ദുവിലെ അഭിമുഖം മുഖ്യമന്ത്രിയുടെ മാറുന്ന നയമെന്ന TV അൻവർ ഇന്നും ആവർത്തിച്ചു. നിലപാട് മാറിയെന്ന് RSS-നെ ബോധ്യപ്പെടുത്തുക എന്ന ശ്രമത്തിന്റെ ഭാഗമാണ് നീക്കമെന്ന് പറയുന്നു. മാത്രമല്ല, തെറ്റായ വിലയിരുത്തൽ നടത്തി RSS-ന് അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നു എന്നും TV അൻവർ പറയുന്നു. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളും ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതിൽ ADGP-യെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട്, അതടക്കം മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റം, ഒരു പക്ഷേ RSS അനുകൂല നിലപാട് മുഖ്യമന്ത്രി എടുക്കുന്നു എന്നുള്ള രാഷ്ട്രീയ ചർച്ച അതിന് വഴിവെച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ സജീവമായി ആ ചർച്ചയാകും. അതല്ലെങ്കിൽ വിവാദമാക്കി നിർത്താൻ പ്രതിപക്ഷം ശ്രമിക്കും. കാരണം 2 ദിവസം കൂടി ഉണ്ട് ഇനി നിയമസഭാ സമ്മേളനത്തിന്. നിയമസഭാ തലത്തിൽ ഈ വിഷയം ചർച്ചയാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതിനുമപ്പുറത്തേക്ക് ഈ വിഷയമുയർത്തി സർക്കാരിനെയും CPM-നെയും
പരമാവധി വെട്ടിലാക്കുക, അങ്ങനെ ഒരു ആയുധം, ഒരു വീണ് കിട്ടിയ ആയുധമായി കൂടി ഇത് പ്രതിപക്ഷം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ഭരണകക്ഷി MLA ആ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർത്തി പ്രതിപക്ഷം പലതരത്തിലുള്ള ആയുധങ്ങൾ എടുത്ത് നിയമസഭയ്ക്കകത്ത് ഫൈറ്റ് ചെയ്യാനുള്ള അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഫൈറ്റിനുള്ള വഴി കൂടി. ഈ ഒരു വിവാദം ഉണ്ടായ സമയത്ത് തന്നെ ഈ കാര്യത്തിൽ മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് ദ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ചുവെന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കും, ഏതെങ്കിലും ഒരു പ്രദേശത്തെ മോശമാക്കാൻ ശ്രമിച്ചിട്ടില്ല, ഇതെല്ലാം ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്, ഈ കേരളത്തിൽ 8 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF വേണ്ടിയാണ് ഈ അജണ്ട നടപ്പാക്കപ്പെടുന്നത്. ഇതായിരുന്നു മുഹമ്മദ് റിയാസിന്റെ ഈ വിവാദ ആരോപണങ്ങളോടുള്ള പരാമർശങ്ങളോടുള്ള മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഇപ്പോൾ ഈ ദ ഹിന്ദു തന്നെ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഈ വിശദീകരണ കുറിപ്പിലൂടെ വ്യക്തത വരുത്തിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരശീല വീഴുമോ ഷഫീദ്? അതല്ല ഇത് കൂടുതൽ പൊട്ടിത്തെറികളിലേക്കായിരിക്കുമോ കൊണ്ടുചെന്നെത്തിക്കുക? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് നിലവിൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഒരുപക്ഷെ ഇതോടുകൂടി ആശ്വാസകരമായ ഒരു തീരുമാനം അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഉണ്ടായേക്കാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ സർക്കാർ അതല്ലെങ്കിൽ CPM പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഒരു പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നടത്തിയ RSS കൂടിക്കാഴ്ച അത് ചർച്ചയാക്കുക, അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു സമീപനം ഒരു പൊതു ചർച്ചയാക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത്. ഗോപികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി മലപ്പുറത്തെ അവഹേളിച്ചിട്ടില്ലെന്നും ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായ വിവാദം നടക്കുന്നു. അതിനും അപ്പുറത്തേക്ക് കുറച്ചുകൂടി കടന്ന് ജമാഅത്തെ ഇസ്ലാമി UDF സ്ലീപ്പിംഗ് പാർട്ണറായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിമർശനം കൂടി PA മുഹമ്മദ് റിയാസ് ഇന്ന് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയമായി ചർച്ചയാകുന്ന ഒരു വിഷയമായി മാറുന്നുണ്ട്. അത് വരും മണിക്കൂറുകൾ രാഷ്ട്രീയമായി മാറും. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിറഞ്ഞ മറുപടി ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ രൂക്ഷമായ പ്രതികരണമായിരിക്കും മുഖ്യമന്ത്രി നടത്താൻ പോവുക. പക്ഷെങ്കിലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരിക്കൽ കൂടി നിയമസഭാ സമ്മേളനത്തിന് മുൻപ് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നമ്മളോടൊപ്പം ബൽറാം നെടുങ്ങാടി തുടരുന്നു. ബൽറാം, ദ ഹിന്ദു എഡിറ്റർ നൽകിയിരിക്കുന്ന വിശദീകരണ കുറിപ്പിലൂടെ ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരശീല വീഴുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഗുരുതരമായ ഒരു പിഴവാണല്ലോ ദ ഹിന്ദു പോലെ ഒരു ദേശീയ ദിനപത്രത്തിന് സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് തയ്യാറായി വരാൻ ആവശ്യപ്പെടുന്ന PR ഏജൻസിയുടെ പ്രതിനിധികൾ നൽകുന്ന വിവരങ്ങൾ അത് മുഖ്യമന്ത്രി പറഞ്ഞതായി ഒരു പത്രത്തിൽ അടിച്ചു വരിക എന്ന് പറയുന്നത്, അതും ദ ഹിന്ദു പോലെ ഒരു ദേശീയ ദിനപത്രത്തിൽ വരുന്നു എന്നത് വളരെ ഖേദകരമായി തന്നെയാണ് അവരതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ജേർണലിസ്റ്റിക് റിഗറിന് ചേർന്നതല്ല എന്ന് അവർ പറയുന്നുമുണ്ട്. ഈ ഏത് തരത്തിലുള്ളൊരു വിശദീകരണമാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഒരിക്കൽ കൂടി ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ വിവാദമായ പശ്ചാത്തലത്തിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഈ വിവാദമായ ഭാഗം അത്തരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയ പശ്ചാത്തലത്തിലാണ് ദ ഹിന്ദുവിൻ്റെ എഡിറ്റർ പ്രസ്താവനയിലൂടെ ഇക്കാര്യം വിശദീകരിക്കുന്നത്. PR ഏജൻസിയായ കൈസൻ ആണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്ത് തങ്ങളെ സമീപിച്ചത് എന്നാണ് ഹിന്ദുവിൻ്റെ വിശദീകരണം എന്നുള്ളത്. സെപ്റ്റംബർ 29 രാവിലെ 9 മണിക്ക് കേരള ഹൗസിൽ വെച്ച് അഭിമുഖത്തിന് സൗകര്യമൊരുക്കി. തുടർന്ന് ഹിന്ദുവിൻ്റെ മലയാളിയായ മാധ്യമപ്രവർത്തക അഭിമുഖത്തിനായി അവിടെ എത്തി. അഭിമുഖം നടക്കുന്ന സമയത്ത് PR ഏജൻസിയുടെ 2 പ്രതിനിധികളും മുഖ്യമന്ത്രിക്കൊപ്പം ആ മുറിയിൽ ഉണ്ടായിരുന്നു. 30 മിനിറ്റ് നീണ്ടുനിന്ന അഭിമുഖത്തിന് ശേഷം ഈ PR ഏജൻസിയുടെ പ്രതിനിധികൾ സ്വർണ്ണക്കടത്ത്, ഹവാല എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം കൂടി അഭിമുഖത്തിന്റെ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടു. ഇത് മുഖ്യമന്ത്രി മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ആവശ്യപ്പെട്ടത്. ഈ ഒരു ആവശ്യം രേഖാമൂലം തന്നെ മാധ്യമപ്രവർത്തകയെ അറിയിച്ചു. തുടർന്നാണ് ആ ഭാഗം കൂടി ഉൾപ്പെടുത്താൻ തയ്യാറായത്. എങ്കിൽ പോലും ഇത് മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികതയിൽ സംഭവിച്ച വീഴ്ചയാണ് എന്നാണ് ഹിന്ദു വ്യക്തമാക്കുന്നത്. അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങളും ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് കരുതാൻ കഴിയില്ല. പ്രത്യേകിച്ച് അഭിമുഖം നൽകുന്ന സമയത്ത് PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ ഉണ്ടായിരുന്നു. PR ഏജൻസിയാണ് ഹിന്ദുവിനെ അങ്ങോട്ട് സമീപിച്ചത് അഭിമുഖം വാഗ്ദാനം ചെയ്തുകൊണ്ട്. കൂടാതെ ഈ ഭാഗം ഉൾപ്പെടുത്താൻ എന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടതും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ PR ഏജൻസികളായിരുന്നു എന്നതിനാൽ തന്നെ ഇത്തരത്തിൽ അത് പ്രസിദ്ധീകരിച്ചു വരണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ ഈ PR ഏജൻസി ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച PR ഏജൻസിയുടെയോ ആവശ്യമായിരുന്നു എന്ന് വിലയിരുത്തേണ്ടി വരും. ഇത് ആവശ്യമെങ്കിൽ ആവുകയാണെന്ന ഘട്ടത്തിൽ
നിഷേധിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ചും ഈ ഏജൻസി തന്നെ അഭിമുഖം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി ഇത് ഉൾപ്പെടുത്തണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ട ഭാഗം തന്നെ പിന്നീട് വിവാദമാകുന്ന ഘട്ടത്തിൽ നിഷേധിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ അല്ലാതെ തന്നെ ആ ഒരു ഭാഗം ഉൾപ്പെടണം ഈ അഭിമുഖത്തിൽ എന്ന് ഈ ഏജൻസിക്ക്, മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ ഏജൻസിയുടെ താല്പര്യമായിരുന്നു എന്നുകൂടിയാണ് ഇതിലൂടെ തുറന്നു കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ ഇവിടെ അവസാനിച്ചു എന്ന് കരുതാനാകില്ല. ഇക്കാര്യം കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഇതിലുള്ള തുടർ പ്രതികരണങ്ങൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ധാർമ്മികത എന്ന ഭാഗത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് ഹിന്ദു തുറന്നു സമ്മതിക്കുന്നുണ്ട്. അതിൽ ഖേദപ്രകടനം നടത്തുന്നുമുണ്ട്.